Hello friends, welcome to my channel Mansoor J. നമ്മ ഒരു പ്രത്യേകമായിട്ടുള്ള സ്ഥലത്ത് കാണാൻ പോണ്. എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ, കൊടുങ്ങല്ലൂരല്ലേ. ഇന്ന് നമ്മ പോകാൻ പോകുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂർ താലപ്പൊലിയാണ്, അറിയാല. അപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം കഴിഞ്ഞ എന്റെ 2 വീഡിയോസിൽ നിങ്ങൾ തന്ന വളരെയധികം സപ്പോർട്ടാണ് എനിക്ക് തന്നത്. അപ്പൊ ഈ വീഡിയോ ഞാൻ എന്നെ കൊണ്ടാണ് മാക്സിമം ഞാൻ പരമാവധി കവർ ചെയ്യാൻ ശ്രമിക്കും. എന്നെ കൊണ്ടാണ് രീതി ഞാൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അപ്പോ എല്ലാവരും കഴിഞ്ഞ വീഡിയോസിൽ തന്ന സപ്പോർട്ട് തന്നെ ഈ വീഡിയോസ് എനിക്ക് തരണം. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നെ കൊണ്ടാണ് രീതി ഞാൻ മാക്സിമം ഞാൻ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും. അപ്പോ വേറെ പറയണല്ലോ അധികം. എൻ്റെ വീഡിയോ കാണാ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ പോരായ്മകളെയും എൻ്റെ കുറവുകളെയും നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. അപ്പൊ അടുത്ത വീഡിയോസിൽ ഞാൻ കുറച്ചും കൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് ഞാൻ കൊണ്ടുവരും. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടാണ്. അപ്പോ നമുക്ക് പുതിയ വീട്ടിലേക്ക് പോയാലോ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഞാനിപ്പോ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് സംസാരിക്കണം. കാരണം കഴിഞ്ഞ 2 വീഡിയോസിൽ എല്ലാവരും എന്നോട് പറഞ്ഞു വീഡിയോ എന്താണ് കുറച്ച് ടെൻഷനായിട്ട് ഞാൻ സംസാരിക്കണം, അല്ലെങ്കിൽ കുറച്ച് സംസാരിക്കാനും കുറച്ച് വിട്ടാണ് സംസാരിക്കണം. അതാണ് കുറച്ചും ഫ്രീ ആയിട്ട് ഞാൻ സംസാരിക്കണം. ഇപ്പൊ ഈ വീഡിയോയുടെ തുടക്കുന്നത് ഇതെന്നെ വീട്ടിൽ നിന്നിടാൻ ചെയ്യണമെന്നെന്താ ഞാൻ പോകാൻ പോണ് നമ്മളെ കൊടുങ്ങല്ലൂർക്ക്. അപ്പോ എല്ലാവരും ഓക്കെ അല്ലേ? റെഡി അല്ലേ? എന്റെ കൂടെ ഉണ്ടാവില്ലേ? വാ ഗൈസ്, നമുക്ക് കൊടുങ്ങല്ലൂരിനെ എക്സ്പ്ലോർ ചെയ്യാം. വരൂ.
രണ്ട് ഐസ്ക്രീം മേടിച്ചതിന് മനുവിന് ബാങ്കോ പറഞ്ഞത് മനുവിൻ്റെ ബാങ്കോ പാറ കൊടുക്കുന്നത് ഞാൻ എൻ്റെ ചോക്കോ പാറ എടുത്തേക്കണം. കയ്യിൽ സത്യം പറഞ്ഞാൽ കാശില്ലാതാറുണ്ട്. അപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ പോകണ്ടെങ്കിൽ നിൽക്കുന്നത് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇവിടെ 4ാം താലപ്പൊലിയോടെ നമ്മൾ നടന്നിരിക്കുന്നത്. ഒരു താല്പര്യം അവസാന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കണേ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു സംഭവമാണ് ചന മസാല എന്നാണ് എൻ്റെ പേര്. 30 രൂപയാണ്. സ്പൈസി ആണിത്. സത്യം പറയല അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. പക്ഷേ ഭയങ്കര സംഭവമാണ് കൊടുക്കണത്. നമ്മുടെ നോക്കുന്നു കാണാൻ വളരെ ഭയങ്കര ഡിഷനാണ് കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് ഓൾറെഡി ഇഷ്ടമാവുന്ന സംഭവം. ചൈനക്കാരാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത്. ഇതിപ്പം പച്ചക്കാണ് എല്ലാവരും. തക്കാളി പച്ച, കൊത്തമല്ലി, എല്ലാം പച്ചക്ക് കടലൊക്കെ ഉണ്ട്. സവാള. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുമെന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ 10th ക്ലാസ്മേറ്റ് ആണ് സാരംഗ്. അഴീക്കോടുള്ള പടിയാണ്. അഴീക്കോട് വന്നിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ സാരംഗിനെ ബന്ധപ്പെട്ടാൽ മതി. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ താഴെ വേണമെങ്കിൽ അവൻ്റെ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളുടെ പരിപാടിയൊക്കെ നോക്കട്ടെ. അപ്പോൾ ഓക്കെ ബൈ. ഓക്കെടാ. ഇവിടെ നോക്കിയാ ഞാൻ ഓൾറെഡി ഈ സാധനം പിടിച്ചെടുക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്നെ ഇതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തോന്നാ അത്ഭുതം. അങ്ങനെയാണ് സമൂഹം. നമ്മുടെ എല്ലാവരും നമ്മളെ കാണണം. അല്ല നമ്മൊരു ക്യാമറ പിടിച്ചിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടന്നാൽ തന്നെ എല്ലാവരും അതെ. സത്യം പറയാലോ, ഞാനിപ്പോൾ പറയണ കേൾക്കുന്നുണ്ടോന്ന് പറഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് എനിക്കെന്നാ അറിയില്ല കേട്ടോ. എല്ലാവരും അതെ. നമ്മളെ ഒരു ഡീഗ്രേഡ് ചെയ്യണ പോലെയാണ് ഇപ്പം എല്ലാവരും. ഇപ്പോൾ കണ്ട അവിടെ മാറുന്നതിൽ ഓരോ ഫാമിലീസിൽ നമ്മളോട് നോക്കുമ്പോൾ എന്തോ ഒരു ചിരിക്കണ പോലെയാണ്. നമ്മളോടൊരു എന്തോ പോലെ അവിടെ സപ്പോർട്ട് ചെയ്യാണ്ട് എന്തൊക്കെയോ ചെയ്യണ പോലെ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഈ വ്ളോഗ് കഴിയാതായിക്കാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു കൊടുങ്ങല്ലൂരിൻ്റെ ഏറ്റവും മികച്ച ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അപ്പോൾ ഈ ചേന മസാല എങ്കിലും കഴിച്ച് തീർക്കാൻ പറ്റുമോ നോട്ടെ. മനുവിൻ്റെ അടുത്ത് ഇടാ മനു ഡിസ്കൗണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സുഹൃത്താണ്. അവസാനം മനു 60 രൂപ എടുത്താൽ മേടിച്ചിരിക്കേണ്ട. അപ്പോ കാശുകളെ കണ്ടില്ല. കാശുകളാണ് നമ്മ ഇപ്പോ ഈ വീഡിയോ ആണ്. കാശുകൾ കണ്ടു നോക്കിയാ അവിടെ നിന്ന് സൗണ്ട് പോലും കേൾക്കണ്ടല്ല. അതാണ് വീട്ടിൽ വന്നിട്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ എന്റെ വീട്ടിലാണ് എത്തിയേക്കണം. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ വളരെയധികം ഞാൻ കരുതുന്നു. എന്നെ കൊണ്ടാവേണ്ട ഇതിൽ ഞാൻ പരമാവധി എന്നാണ് പകർത്താനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിൽ കൊണ്ടാവണ തെറ്റുകളും കുറവുകളും ഉണ്ടാവും. അത് ഞാൻ പരിഹരിച്ച് എന്നെ മനസ്സിലാക്കി തരണം. അപ്പോ ഈ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു ഗൈസ്? എനിക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ വൈൻഡിപ്പയുടെ മെയിൻ കാരണം വെച്ചാൽ അവിടെ ഭയങ്കര ക്രൗഡാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുള്ളല്ലോ. അത് കാരണം അവിടെ നിന്ന് ശരി സൗണ്ട് കേൾക്കണില്ല അത്രയും. അതാണ് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ വൈൻഡിപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ് ചെയ്യേണ്ട മനസ്സൂർ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ അല്ലേ അതാണ് അടിച്ച് പൊട്ടിച്ചു. ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സി യു.